Ashik, Inverters Home Appliances and Electronics, Thodacat. ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗൾഫ് ബസാർ കരുളായി. പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി. കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാടം. മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി. ഇസ്രായേലിന്റെ സൈനിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ഫലസ്തീൻ ഐക്യദാർഢ്യമുയർത്തി SSF വണ്ടൂർ ഡിവിഷൻ കമ്മിറ്റിക്ക് കീഴിൽ ഹ്യൂമാനിറ്റി റോഡ് എന്ന ശീർഷകത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം സംഘടിപ്പിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് സയ്യിദ് തസ്നീം തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ എക്സിക്യൂട്ടീവ് അംഗം അനസ് ബുഖാരി ആമപ്പോയിൽ സന്ദേശ പ്രസംഗം നടത്തി. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ കിടന്നുകൊണ്ട് മാനത്ത് ചീറിപ്പായുന്ന ബോംബർ വിമാനങ്ങളെ നോക്കിക്കൊണ്ട് നിലവിളിക്കുന്ന വൃദ്ധരുടെയും വയോജനങ്ങളുടെയും പാവപ്പെട്ട ഉമ്മമാരുടെയും ചിത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇതൊരു സമാധാന പ്രശ്നമാണ്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി തർക്കമാണെന്ന് പറയാൻ എന്ത് മനസ്സാക്ഷിയാണ് നമ്മെ സമ്മതിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഫലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന വംശഹത്യയുടെ ക്രൂരമായ ചരിത്രങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടത്. 1919 ബാൽഫർ പ്രഖ്യാപനത്തോടുകൂടെ 1948 നടന്ന ജൂതരാഷ്ട്രത്തിന്റെ ഔദ്യോഗിക രാഷ്ട്ര സംസ്ഥാപനത്തോടുകൂടെ അവിടുത്തെ ജനങ്ങളുടെ യാതനകളും ക്രൂരതകളും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആരംഭിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മനുഷ്യത്വത്തോട് ചേർന്ന് നിൽക്കേണ്ടത്. എന്തിനാണ് മൈലുകൾക്കപ്പുറം കിലോമീറ്ററുകൾക്കപ്പുറം രാജ്യാതിർത്തികൾക്കപ്പുറമുള്ള ഒരു രാജ്യത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശബ്ദിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നെൽസൺ മണ്ടേല നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് അവർ പറയുന്നൊരു വാക്കുണ്ട്, ലോകത്തെവിടെയെങ്കിലും വംശഹത്യ നടക്കുമ്പോൾ, വിശിഷ്യ ഫലസ്തീനിൽ ഇങ്ങനെ വംശഹത്യ നടക്കുമ്പോൾ ഒരിക്കലും ഒരാൾക്കും യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുകയില്ല എന്ന്. ഈ മനുഷ്യത്വത്തിന്റെ പേരിലാണ് SSF ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. VM മുഹമ്മദ് ഫാഹിസ് സഖാഫി നിരന്നപറമ്പ്, ദിൽഷാദ് വെള്ളയൂർ, സയ്യിദ് ഹിബത്തുള്ള മാളിയേക്കൽ, ഷിബിലി സഖാഫി ചെറുകോട്, റഫീഖ് സഖാഫി പാണ്ടിക്കാട്, റമീസ് സഖാഫി മാളിയേക്കൽ, മുഹസിൻ സഅദി ഐനിക്കോട്, മിഗ്ദാദ് അദനി മാമ്പുഴ, അഫ്ലഹ് പത്തിരിയാൽ എന്നിവർ സംബന്ധിച്ചു. KL 71 ന്യൂസ് വണ്ടൂർ.